സീരിയൽ രംഗത്ത് കുറച്ചധികം വർഷമായിട്ട് എല്ലാം സജീവമായിട്ടുണ്ട്. അപ്പോ ഇതിനു മുൻപുള്ള സീരിയലുകളും ഈ കുടുംബശ്രീ ശാരദയും തമ്മിലൊരു വ്യത്യാസം എന്തായി? പറയാൻ പറ്റില്ല, കാരണം അത് വേറെ ക്യാരക്ടർ, ശാരദ വേറെ ക്യാരക്ടർ. ഇതിലിപ്പോ ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ പറഞ്ഞ, ഇത്രയും നാൾ അഭിനയിച്ചതില് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ പറഞ്ഞ അത് ഏതായിരിക്കും? അത് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള 1-2 ക്യാരക്ടേഴ്സ് എനിക്കതും വളരെ പ്രിയമായിരുന്നു. കാരണം ഞാൻ കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. മുമ്പ് ചെയ്തിട്ടില്ല, ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ മുമ്പ് ചെയ്തിട്ടുള്ള 1-2 എണ്ണം, ഒരെണ്ണത്തില് ഞാൻ പക്ക നെഗറ്റീവ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അപ്രിസിയേഷൻ വന്നത്. കാരണം അത് ചേഞ്ച് ചെയ്ത് വന്നത്. ഈ ശാരദ എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ തന്നെയാണ്. ശാരദ എന്ന് പറയുന്ന ക്യാരക്ടർ ചേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് 2 ആൺകുട്ടികളാണ്. ഞാൻ ഈ സീരിയലിൽ ഈ കഥ സാർ പറയുമ്പോഴത്തേക്കും 3 പെൺകുട്ടികളെ തനിച്ച് അച്ഛനില്ലാതെ വളർത്തിയ ഒരമ്മയുടെ കഥയാണെന്ന് പറയുന്നത്. പെൺകുട്ടികളെ വളർത്തി ശീലമില്ല. അപ്പോ പക്ഷെ അഭിനയം എന്ന് പറയുന്നതാണല്ലോ, നമുക്ക് എന്ത് റോള് തന്നാലും നമ്മള് ചെയ്ത് ഫലിപ്പിക്കുക, അതാണ് അഭിനയം. ഇതിൽ എനിക്കൊരു ചേച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ശാരദയിലേക്കുള്ള ഒരു സിമ്പിളായിട്ട് തോന്നിയിട്ടില്ല. എന്ത് പ്രശ്നത്തിലും ഏതിനും അതിപ്പോ ഒരു ഫ്രണ്ട് പോലെ ആയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ സമയമായിട്ടാണെങ്കിലും ഔട്ട്സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും ശരി, രണ്ടും ഒരേപോലെ തന്നെയാണ്. ചേച്ചിയുടെ മക്കളെടുത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണാറ്. അതും അമ്മ എന്ന രീതിയിൽ രണ്ടും കൊണ്ടാക്കുന്നത്. പക്ഷെ ചേച്ചി പേഴ്സണലി കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. സീരിയലിൽ കുറച്ചുകൂടെ പാവം വേണം, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള. കാരണം സമൂഹത്തിൽ ഇങ്ങനെ മക്കളെ വളർത്തി വലുതാക്കാനും ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോ ശാരദാമ്മ എന്ന് പറയുമ്പോ 3 പെൺകുട്ടികൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. 3 പേരെ പഠിപ്പിക്കുകയാണ്, ഒരു ആൾ മിടുക്കിയാണ്. മറ്റു 2 പേരെ എങ്കിലും കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശാലിനി പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് സാക്രിഫൈസസും അവരുടെ ക്യാരക്ടറിനും അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ എല്ലാ സാക്രിഫൈസസിനും സ്ട്രെങ്ത് ആയിട്ട് കൂടെ നിന്നിട്ടുള്ളത് ഈ ശാരദാമ്മയാണ്. എന്ത് പ്രതിസന്ധി വന്നാലും ശാരദാമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അതൊക്കെ മറച്ചു വെച്ചിട്ട് മക്കൾക്കൊപ്പം മക്കളുടെ കൂടെ അവർക്കൊരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ കഥാപാത്രത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഉള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.